ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വനിതാ നേതാക്കൾ നയിക്കുന്ന സമൂഹം കൂടുതൽ മാനുഷികവും ഫലപ്രദവുമാകുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും ഇന്ത്യ നൽകുന്ന പിന്തുണ തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. GST രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള നടപടികൾ GST കൌൺസിൽ അംഗീകരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പൊതുജന പങ്കാളിത്തത്തിലൂടെ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം മഴ മൂലം തടസ്സപ്പെട്ടു. വാർത്തകൾ വിശദമായി. ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുന്നതിന് കൂടുതൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ അത്യാവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. Active participation of women is necessary for the country to leverage its demographic dividend. A society led by women leaders is likely to be more human while being more efficient. I am confident that this generation of young women students will lead India into becoming Dikshit Bharat by 2047. വനിതാ നേതാക്കൾ നയിക്കുന്ന സമൂഹം കൂടുതൽ മാനുഷികവും ഫലപ്രദവുമാകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്ര നിർമ്മാണത്തിലും സാമൂഹിക സാമ്പത്തിക പരിഷ്കാരങ്ങളിലും മികവ് പുലർത്തിയ കേരളത്തിലെ സ്ത്രീകളെ രാഷ്ട്രപതി അനുസ്മരിച്ചു. കോളേജിന്റെ ശതാബ്ദി ലോഗോയും രാഷ്ട്രപതി പുറത്തിറക്കി. 4 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡൽഹിയിലേക്ക് മടങ്ങി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 2:15 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് രാഷ്ട്രപതി മടങ്ങിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി VN വാസവൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ രാഷ്ട്രപതിക്ക് യാത്രയയപ്പ് നൽകി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ചൊവ്വാഴ്ച വൈകിട്ടാണ് രാഷ്ട്രപതി കേരളത്തിൽ എത്തിയത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് കൊച്ചിയിൽ എത്തിയത്. GST രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതവും കൂടുതൽ സുതാര്യവുമാക്കുന്നതിനുള്ള നടപടികൾ GST കൌൺസിൽ അംഗീകരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. UPയിലെ ഗാസിയാബാദിൽ ഇന്ന് പുതിയ CGST ഭവൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി. ലളിതമായ GST രജിസ്ട്രേഷൻ പദ്ധതി അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിമാസ ഔട്ട്പുട്ട് നികുതി ബാധ്യത 2,50,000 രൂപയിൽ കവിയാത്ത അപേക്ഷകർക്ക് 3 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ അനുവദിക്കുമെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് രാജസ്ഥാനിലെ ജയ്സാൽമറിൽ ആർമി കമാൻഡർമാരുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിനിടെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാനൊപ്പം ശ്രീ സിംഗ് നിലവിലെ സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്യുകയും ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പര്യവേഷണം ചെയ്യുകയും ചെയ്തു. നമൻ കേന്ദ്ര സൈനിക് യാത്രി മിത്ര ആപ്പ്, ഉപകരൺ ഹെൽപ്പ് ലൈൻ ആപ്പ് എന്നിവയും ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി പുറത്തിറക്കി. അചഞ്ചലമായ ശ്രമങ്ങളിലൂടെയും ശക്തമായ പൊതുജന പങ്കാളിത്തത്തിലൂടെയും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ. ലോക പോളിയോ ദിനത്തോടനുബന്ധിച്ച് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. സമയബന്ധിതമായ വാക്സിനേഷനിലൂടെ ഓരോ കുട്ടിയെയും സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധത പുതുക്കാനും ആരോഗ്യകരവും പോളിയോ രഹിതവുമായ ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന ഗ്ലോബൽ ഡയലോഗിന്റെ 3ാം പതിപ്പിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പങ്കെടുത്തു. ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതും പരസ്പരമുള്ളതുമായ വളർച്ചയാണ് വ്യാപാര പങ്കാളിത്തങ്ങളിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നവീകരണവും സംരംഭകത്വവും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നിക്ഷേപക കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റാൻ സഹായിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ സമസ്തിപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയോടെയാണ് മുന്നണിയുടെ പ്രചാരണത്തിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ബഗുസരായിയിൽ പിന്നീട് നടന്ന 2ാമത്തെ സമ്മേളനത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്തു. ഇത്തവണത്തെ ദേശീയ ഏകതാ ദിനാഘോഷം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും രാജ്യത്തുടനീളമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുമെന്നും BSF ഡയറക്ടർ ജനറൽ ദൽജീത് സിംഗ് ചൌധരി. ദേശീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ശക്തിപ്പെടുത്താൻ പൌരന്മാർ സന്നദ്ധരായിരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ ഒക്ടോബർ 31 രാജ്യം ദേശീയ ഏകതാ ദിവസായി ആഘോഷിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ രാവിലെ 11 മണിക്ക് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 127ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ബഹുരാഷ്ട്രവാദത്തോടുള്ള പ്രതിബദ്ധത ശക്തമായി തുടരണമെന്നും ഐക്യരാഷ്ട്ര സംഘടനയെ പിന്തുണയ്ക്കണമെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അനുസ്മരണ തപാൽ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനം, സുരക്ഷ, വികസനം, പുരോഗതി എന്നീ ആശയങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച ശ്രീ ജയശങ്കർ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും ഇന്ത്യ നൽകുന്ന ശക്തമായ പിന്തുണ തുടരുമെന്നും വ്യക്തമാക്കി. 80th anniversary is a significant milestone for any institution. On UN Day, I would like to reiterate India's commitment to the ideals of peace and security, as well as development and progress. India has always been and will continue to be a strong votary of the United Nations and indeed of multilateralism. രാജ്യത്തെ യുവാക്കളുടെ സ്വപ്ന സാഫല്യത്തിനുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന റോസ്ഗർ മേളകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17ാമത് ദേശീയ റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000 നിയമന പത്രങ്ങൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൈമാറുകയായിരുന്നു പ്രധാനമന്ത്രി. മേളയിലൂടെ 11 ലക്ഷം നിയമന പത്രങ്ങൾ ഇതിനകം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 40 കേന്ദ്രങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. റോസ്ഗർ മേളയുടെ ഭാഗമായി തപാൽ വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തൊഴിൽമേള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ കുടുംബത്തിന്റെയും വ്യക്തിയുടെയും വരുമാനം വർദ്ധിച്ചാൽ മാത്രമേ ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കി മാറ്റാൻ സാധിക്കൂവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് സംഘടിപ്പിച്ച റോസ്ഗർ മേളയെ കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണ അഭിസംബോധന ചെയ്തു. കേന്ദ്ര സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനൊപ്പം വ്യാപാരം സുഗമമാക്കുന്നതിനുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പുനർവികസന പ്രവൃത്തികളും കേന്ദ്രമന്ത്രി വിലയിരുത്തി. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ കൊളംബോയിൽ നടക്കുന്ന മത്സരം മഴ മൂലം തടസ്സപ്പെട്ടു. 34 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക പാകിസ്ഥാനെ ബാറ്റിംഗിനയച്ചു. മഴയെ തുടർന്ന് കളി നിർത്തുമ്പോൾ പാകിസ്ഥാൻ 4.2 ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ 18 റൺസ് എടുത്തിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1264 പോയിന്റുകളുമായി വിജയക്കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം ജില്ല. 144 സ്വർണവും 103 വെള്ളിയും 124 വെങ്കലവുമാണ് തിരുവനന്തപുരം ഇതുവരെ നേടിയത്. തൃശൂർ രണ്ടാമതും എറണാകുളം മൂന്നാമതുമാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് മഞ്ഞ ജാഗ്രത. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിയോടുകൂടിയ മഴ തുടരും. കേരള തീരത്ത് മറ്റന്നാൾ വരെയും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചത് വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുത്താതിരിക്കാനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്തതിന്റെ പേരിൽ 1158 കോടി രൂപയാണ് ഇതിനകം സംസ്ഥാനത്തിന് നഷ്ടമായത്. PM ശ്രീയിൽ ഒപ്പുവയ്ക്കുന്നതിലൂടെ 1476 കോടി രൂപ സംസ്ഥാനത്തിന് ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പിടുന്നത് സാങ്കേതികപരം മാത്രമാണെന്നും കേരളത്തിന്റെ പാഠ്യപദ്ധതിയെയോ പാഠപുസ്തകങ്ങളെയോ ഇതുമൂലം മാറില്ലെന്നും ശ്രീ വി ശിവൻകുട്ടി വ്യക്തമാക്കി. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ സ്റ്റേഷനറി വസ്തുക്കളുടെ നികുതി ഗണ്യമായി കുറച്ചത് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പ്രയോജനം ചെയ്യുന്നതാണ്. പെൻസിലുകൾ, ഷാർപ്പനറുകൾ, ക്രയോണുകൾ, ഗ്രാഫ് പുസ്തകങ്ങൾ, മാപ്പ് തുടങ്ങിയവയുടെ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ നേതാക്കൾ നയിക്കുന്ന സമൂഹം കൂടുതൽ മാനുഷികവും ഫലപ്രദവുമാകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും ഇന്ത്യ നൽകുന്ന പിന്തുണ തുടരുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. GST രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള നടപടികൾ GST കൌൺസിൽ അംഗീകരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പൊതുജന പങ്കാളിത്തത്തിലൂടെ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം മഴ മൂലം തടസ്സപ്പെട്ടു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.